Today we are going to discuss about insurance operations. In the case of insurance operations, we include what are the different operations or operational activity of insurance companies. In the case of insurance, we know that insurance they are working in different sectors, different types of working strategy are there. Then marketing sector, underwriting, policy service, reinsurance, actuarial analysis, investment, cash adjustment, legal regulation, then product development. So these are the important areas of functional areas of insurance company or operational areas of insurance company. Then we are going to discuss one by one. So we start with the marketing. So insurance operation, there are three major sectors are there: the marketing sector, underwriting, and administrations. So we start with marketing. ഒരിക്കലും ഒരു ആക്ടിവിറ്റി നമ്മൾ മാർക്കറ്റിംഗ് നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ നമ്മളൊരു കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മാർക്കറ്റിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അപ്പോൾ വി ബിഗിൻ വിത്ത് മാർക്കറ്റിംഗ് despite the fact that it is not the first step in starting a business. From a consumer's point of view, it is a first glimpse into the operations of the insurance. ഇൻഷുറൻസ് മേ ബി ബോട്ട് ത്രൂ ഏജൻറ്റ്സ്. ഒരു ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുക്കുന്നത് ഒരു ഏജൻറ്റിലൂടെ ആവാം, ഒരു ബ്രോക്കറിലൂടെ ആവാം. ചില കേസസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തന്നെ പലപ്പോഴും ഇൻഷുറൻസുകൾ എടുക്കാറുണ്ട്. അത് പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയോ അല്ലെങ്കിൽ പേഴ്സണൽ കോൺടാക്റ്റിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ഒരാൾക്ക് ഡയറക്റ്റായിട്ട് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാനായിട്ട് സാധിക്കും. സോ ദ ഫസ്റ്റ് ഓപ്പറേഷണൽ സെക്ടർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സെക്ടർ. മാർക്കറ്റിംഗ് സെക്ടറിൽ ഏജൻസ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. പേഴ്സണൽ കോൺടാക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്, ഇൻ്റർനെറ്റ് സിസ്റ്റംസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ മാർക്കറ്റിംഗ് ഏരിയാസ് എന്ന് പറയുന്നത്. രണ്ട്, ലൈഫ് മാർക്കറ്റിങ്ങിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട്. ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിംഗ്, ഇത് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ഇത് സോൾഡ് ചെയ്യുന്നത് ഏജൻസ് മുഖേനയാണ്. ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു ബ്രോക്കേഴ്സ് മുഖേനയായിരിക്കും. അതിന് ഈ ഏജൻസിന് അല്ലെ ബ്രോക്കേഴ്സിന് നമ്മളൊരു കമ്മീഷൻസ്, ഇൻഷുറൻസ് കമ്പനി ഒരു കമ്മീഷൻ കൊടുക്കാറുണ്ട്. ആ കമ്മീഷൻ കൂടെ ആ പോളിസി വാല്യൂവിൽ ആഡ് ചെയ്തായിരിക്കും ഇൻഷുറൻസ് കമ്പനി ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. സം ഇൻഷുറൻസ് ഈസ് സോൾഡ് ഡയറക്റ്റ്ലി ടു ദി പബ്ലിക്. ചില പ്രോഡക്റ്റുകൾ ഡയറക്റ്റായിട്ട് തന്നെ പബ്ലിക്കിലേക്ക് സെയിൽ ചെയ്യാറുണ്ട് വിത്തൗട്ട് സെയിൽസ് കമ്മീഷൻ ഇല്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ട്, ജനറൽ ഏജൻസി സിസ്റ്റം എന്ന് പറയുന്ന നെക്സ്റ്റ് സെഷനാണ്. ജനറൽ ഏജൻസി സിസ്റ്റം ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് പേഴ്സണാണ്, ഒരു എംപ്ലോയി അല്ല, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സണാണ്. അവർക്കൊരു കോൺട്രാക്റ്റിലൂടെ ഒരു അതോറിറ്റി കൊടുക്കുകയാണ് ഇൻഷുറൻസ് കമ്പനി. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടെറിട്ടറിയിൽ നിങ്ങൾ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്തുക. അവരുടെ മേജറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സബ് ഏജൻറ്റുകളെ റിക്രൂട്ട് ചെയ്യാം, അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. സബ് ഏജൻസുകൾക്ക് അതിൻ്റെ ടൈറ്റിൽ ഓഫ് ഏജൻസ് പറയുക സ്പെഷ്യൽ ഏജൻസുകളായിട്ട് അറിയപ്പെടും. അവരെ സബ് ഏജൻസുകൾ എന്ന് പറയുന്നത് ജനറൽ ഏജൻറ്റിനോടൊപ്പമാണ്. ജനറൽ ഏജൻറ്റ് ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ സബ് ഏജൻറ്റ് ചെയ്യുന്ന ബിസിനസ് ജനറൽ ഏജൻസിക്ക് കൂടെ അവകാശപ്പെട്ടിട്ടുള്ള ബിസിനസ്സാണ് എന്നുള്ളത്. ഇതാണ് അടുത്തൊരു ഓപ്പറേഷണൽ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്പറേഷണൽ സിസ്റ്റമാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സണെ, ഏജൻ്റ് അല്ലാതെ അല്ലെങ്കിൽ എംപ്ലോയി അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് പേഴ്സണെ ഏൽപ്പിക്കുക. അവർക്ക് ഏജൻസിനെ റിക്രൂട്ട് ചെയ്യാം, അവർക്ക് ട്രെയിൻ ചെയ്ത് ബിസിനസ് നടത്താം. അവർ ചെയ്യുന്ന ഏത് ബിസിനസ്സിൻ്റെയും സബ് ഏജൻറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളും ഒക്കെ ഈ പറയുന്ന ജനറൽ ഏജൻസിയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരും. അതിൻ്റെ കൂടെ കമ്മീഷൻസുകൾ അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അടുത്തതൊരു മാനേജീരിയൽ സിസ്റ്റമാണ്. അതിനെയാണ് ബ്രാഞ്ച് ഓഫീസ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഹോം ഓഫീസിൻ്റെ അഥവാ ഹെഡ് ഓഫീസുകളുടെ ഒരു എക്സ്റ്റൻഷനാണ്. അതിനെയാണ് ബ്രാഞ്ച് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് മാനേജർ ഒരു കമ്പനി എംപ്ലോയീസ് ഹു ഈസ് കോമ്പൻസേറ്റഡ് ബൈ കോമ്പിനേഷൻ ഓഫ് സാലറി, ബോണസ് ആൻഡ് കമ്മീഷൻ റിലേറ്റഡ് ടു ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ദീസ് ഓഫീസ് ടു വിച്ച് ഹി ഓർ ഷീ ഈസ് അസൈൻഡ്. ഇവിടെ ഒരു ബ്രാഞ്ച് കൊണ്ടുവരിക, ആ ബ്രാഞ്ചിൽ ഒരു മാനേജർ ഉണ്ടാവും. അത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻ്റാണ്. അയാൾക്ക് സാലറികൾ, ബോണസ്, മറ്റു ബെനിഫിറ്റുകൾ, കമ്മീഷൻസ് എല്ലാം കമ്പനി തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കമ്പനിയുടെ ഒരു എക്സ്റ്റൻഷൻ സിസ്റ്റമാണ് മാനേജീരിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റൊരു ഓപ്പറേഷണൽ സിസ്റ്റമാണ്, മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്പറേഷണൽ സിസ്റ്റമാണ്.
മാനേജർ ഓൾസോ എംപ്ലോയി ആൻഡ് ട്രെയിൻസ് ഏജൻസ് ദി കമ്പനി. കമ്പനിക്ക് വേണ്ടിയാണ് മാനേജർ ആളുകളെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്, കമ്പനിയുടെ ആളാണ്. ഏജന്റ് പലപ്പോഴും കമ്പനിയുടെ കൺസെന്റോട് കൂടിയുള്ള ആളാവണം എന്ന് നിർബന്ധമൊന്നും ഇല്ല എന്നുള്ളത്. ഗ്രൂപ്പ് ആൻഡ് സപ്ലിമെന്റൽ ഇൻഷുറൻസ് മാർക്കറ്റിംഗ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ലൈഫ് അല്ലെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനുകൾ പലപ്പോഴും എംപ്ലോയേഴ്സ് ബൈ ഏജൻസ് ഇൻ വൺ ഓഫ് ദി സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ 10-100 എംപ്ലോയീസ് ഉണ്ട് എങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ എംപ്ലോയർ ഇൻഷുറൻസ് കമ്പനിയുടെ മുകളിൽ പറഞ്ഞ ഏതൊരു സിസ്റ്റവുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏജൻറ്റുമായിട്ട് വേണമെങ്കിൽ അസോസിയേറ്റ് ചെയ്യാം, ബ്രാഞ്ച് മാനേജറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, അങ്ങനെ ഏത് സിസ്റ്റവുമായിട്ട് വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്ത് പോളിസികൾ എടുക്കുവാനായിട്ട് സാധിക്കും. ആൻ ഏജന്റ് മേ ബി അസിസ്റ്റ് ഇൻ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ബൈ ദി ഗ്രൂപ്പ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. ലാർജ് വോളിയം ഓഫ് ഗ്രൂപ്പ് ബിസിനസ് ആർ ഓൾസോ പ്ലേസ്ഡ് ത്രൂ ഡയറക്റ്റ് നെഗോഷിയേഷൻ വിത്ത് എംപ്ലോയേഴ്സ്. ഇൻഷുറൻസ് കമ്പനിയും ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസുകളാണ് ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത് എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ്സുകൾ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഗ്രൂപ്പ് ആൻഡ് സപ്ലിമെൻ്റൽ ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ മറ്റൊരു ഓപ്പറേഷണൽ ആയിട്ടുള്ള സിസ്റ്റമാണ്. പ്രോപ്പർട്ടി ആൻഡ് കാഷ്വാലിറ്റി ഇൻഷുറൻസ് മാർക്കറ്റിംഗ്. അത് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മോസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇൻഷുറൻസ്, കാഷ്വാലിറ്റി ഇൻഷുറൻസ് ഈ സോൾഡ് ത്രൂ ഏജൻറ്റ്സ്. ഏജൻറ്റ് വഴിയോ ബ്രോക്കർ വഴിയോ കോമ്പൻസേറ്റഡ് കമ്മീഷൻ ബേസിസിലാണ് ഈ പറയുന്ന ബിസിനസ് നടക്കുന്നത്. ചില സമയങ്ങളിൽ സാലറിഡ് റെപ്രസെൻറ്റേറ്റീവ്സുകളെ വെച്ചുകൊണ്ടോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഇൻഷുറൻസ് മാർക്കറ്റിംഗ് ഇൻഷുറൻസ് കമ്പനികൾ നടത്താറുണ്ട്. ഇനിയും അവരുടെ മറ്റൊരു ഓപ്പറേഷണൽ സിസ്റ്റമാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് ആൻഡ് റീ ഇൻഷുറൻസ് ഈസ് പ്ലേസ്ഡ് ത്രൂ ബ്രോക്കേഴ്സ്. ഇൻഷുറൻസും റീ ഇൻഷുറൻസുകളും ബ്രോക്കേഴ്സ് മുഖേനയായിട്ട് നടത്താറുണ്ട്. ബ്രോക്കേഴ്സ് സോളിസിറ്റ്സ് ബിസിനസ് ഫ്രം ഇൻഷുറർ ആൻഡ് ഡസ് ആൻ ഏജൻറ്റ്. ഒരു ഏജൻറ്റ് ഉപരിയായിട്ട് ബ്രോക്കറിനെ സംബന്ധിച്ച് ആക്ട് ഇൻഷുറുടെ ലീഗൽ ഏജൻ്റ് ആയിട്ടാണ് നമ്മളവരെ കാണുന്നത്. ബിസിനസ് ഈസ് പ്ലേസ്ഡ് വിത്ത് ആൻ ഇൻഷുററിന് വേണ്ടി ഒരു ലീഗൽ ഏജൻ്റ് ആയിട്ട് ബ്രോക്കർ വർക്ക് ചെയ്യുന്നു. ഏജൻറ്റിൽ നിന്നുള്ള ബ്രോക്കറിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് അവർ പ്ലേസ് ചെയ്യുന്നത്. അവർ ഏജൻറ്റിനോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, പക്ഷേ അവർക്ക് കുറച്ചുകൂടെ അതോറിറ്റേറ്റീവായിട്ട് ഉള്ള ആളുകളാണ്. ഇൻഷുറൻസ് കമ്പനി തന്നെ പ്ലേസ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. ഇൻഷുറൻസിൻ്റെ ഒരു ലീഗൽ ഏജൻ്റ് ആയിട്ടാണ് ഈ ബ്രോക്കേഴ്സുകൾ വർക്ക് ചെയ്യുന്നത്. ദെൻ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. നമുക്കറിയാം മോഡേൺ ബിസിനസ്സുകൾ എല്ലാം തന്നെ ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിലൂടെ ഓൺലൈൻ ബിസിനസ്സുകൾ നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റ് വേണമെങ്കിലും ഇൻ്റർനെറ്റ് ത്രൂവിലൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ഈ ഇൻ്റർനെറ്റ് സാധ്യതകളെ പൂർണ്ണമായിട്ടും അവരുടെ മാർക്കറ്റിംഗ് സെക്ടറുകളിൽ അവരുടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ, അതിൻ്റെ ഫീച്ചേഴ്സുകൾ അത് സെയിൽ ചെയ്യാൻ എല്ലാം തന്നെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റംസുകൾ യൂസ് ചെയ്യുക. മറ്റൊരു മെത്തേഡാണ് മാസ് മാർക്കറ്റിംഗ് സിസ്റ്റം. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയാസുകൾ ഉപയോഗിക്കുക. അത് മെയിലാവാം, മെയിലുകൾ അയക്കുക, അത് പോസ്റ്റലിലൂടെയുള്ള മെയിലുകൾ അയക്കാം, പോസ്റ്റ് ഓഫീസ് ടെലിഫോണുകൾ കോളുകൾ ടെലിമാർക്കറ്റിങ്ങിലൂടെ പോളിസികൾ സെയിൽ ചെയ്യാം, ടെലിവിഷൻ മുഖേനയായിട്ട് പരസ്യങ്ങൾ കൊടുക്കാം, ഇമെയിലുകൾ അയക്കാം. ഇങ്ങനെ ഒരു മാസ് മാർക്കറ്റൈസിങ് സിസ്റ്റം പലപ്പോഴും പല പ്രോഗ്രാമുകളുടെ സ്പോൺസേഴ്സായിട്ട് മാറാം. ട്രേഡ് അസോസിയേഷനുകളുമായും യൂണിവേഴ്സിറ്റികളുമായിട്ടും ഒക്കെ അസോസിയേറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റുകൾ, അതായത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാറുണ്ട്. ഇത് മാസ് മാർക്കറ്റൈസിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി സ്വീകരിക്കുന്ന മറ്റൊരു മാർക്കറ്റിംഗ് സിസ്റ്റം. മാർക്കറ്റിങ്ങിലെ അടുത്ത പോയിന്റാണ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്. നമ്മൾ ഏജൻസിനെ പറ്റി പറഞ്ഞു, ബ്രോക്കേഴ്സിനെ പറ്റി പറഞ്ഞു, മറ്റൊരു കൺസൾട്ടൻറ്റുകളെയാണ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്. ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് വേറെ കൺസൾട്ടൻറ്റ് ഫിനാൻഷ്യൽ മാറ്റേഴ്സുകളാണ്. ഒരു ഹൈ ഇൻകം ക്ലയൻസുകളെയാണ് പലപ്പോഴും ഈ കൺസൾട്ടൻറ്റുകൾ ഡീൽ ചെയ്യുന്നത്. കൃത്യമായിട്ട് പല കമ്പനികളുടെ പ്രോഡക്റ്റുകളെ അനലൈസ് ചെയ്തുകൊണ്ട് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് ഈ പറയുന്ന ക്ലയൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കാൻ അവർക്ക് കഴിയുന്നു. ഫീസ്, ഫിനാൻഷ്യൽ പ്ലാനർക്ക് ഒരു ഫീസ് ഉണ്ട്. നോളജ് ഇൻ ഇൻഷുറബിൾ, ഡയറക്റ്റ് യു ഗുഡ് ക്വാളിറ്റി, no loaded insurance product when they are priced lower the compared product sold through agents. ഒരു ഏജൻറ്റിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ച് പല കമ്പനികളുടെ
പ്രോഡക്റ്റുകൾ ഒരേ സമയം എടുത്തു വെച്ചുകൊണ്ട് ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് ഇൻഷുറൻസിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ, അതായത് ലോകത്തിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഒരു ഓപ്പറേഷൻ സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് നമുക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളായി ഇൻഷുറൻസ് പ്രോഡക്റ്റുകളെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് അണ്ടർ റൈറ്റിംഗ്. ഇതൊരു അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻ്റാണ്. ഇൻഷുറൻസ് കമ്പനികൾ പ്രോഡക്റ്റുകൾ ഇറക്കിയ ആ പ്രോഡക്റ്റിൻ്റെ ഇത്ര ശതമാനം ഞങ്ങൾ വിറ്റ് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് അതിന് കമ്മീഷൻ വാങ്ങിക്കുന്ന ആളുകളെയാണ് അണ്ടർ റൈറ്റിംഗ്. ഒരു ഷെയർ പോലെ തന്നെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അണ്ടർ റൈറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് പൊട്ടൻഷ്യൽ യൂസേഴ്സ് ഇൻ ടു എ അപ്രോപ്രിയേറ്റ് റിസ്ക് ക്ലാസിഫിക്കേഷൻ ഇൻ ഓർഡർ ടു ചാർജ് ദി അപ്രോപ്രിയേറ്റ് റേറ്റ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്രോപ്രിയേറ്റ് ആയിട്ട് റിസ്ക് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്ത് ഇത് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്ത് പോകാം. ആൻഡ് അണ്ടർ റേറ്റഡ് ഡിസൈഡ് വെദർ ഓർ നോട്ട് ടു ഇൻഷുർ എക്സ്പോഷർ ഓൺ വിച്ച് ആപ്ലിക്കേഷൻ ഫോർ ഇൻഷുറൻസ് ആർ സബ്മിറ്റഡ്. അപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് ബിസിനസ്സുകളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പാർട്ട് ഏറ്റെടുത്ത് ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻഷുറൻസിലെ അണ്ടർ റൈറ്റിംഗ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അഡ്മിനിസ്ട്രേഷനാണ് അടുത്ത ഓപ്പറേഷണൽ സെക്ടർ. ഇപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ പറഞ്ഞു, അണ്ടർ റൈറ്റിംഗ് സെക്ടറിലേക്ക് പോയി. ദെൻ അഡ്മിനിസ്ട്രേഷൻ സെക്ടറിനെ പറ്റി പറയാം. ഒരു ഓഫീസിൽ എന്തെല്ലാം ആക്ടിവിറ്റീസുകളുണ്ടോ അതേപോലെ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസുകളും ചെയ്യണം. റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, അണ്ടർ റൈറ്റേഴ്സ് ആരാന്ന് മനസ്സിലാക്കണം, പ്രീമിയം കളക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഫ്റ്റർ ഇൻഷുറൻസ് ഈസ് സോൾഡ് അപ്രൂവ്ഡ് ബൈ ദി അണ്ടർ റൈറ്റർ. റെക്കോർഡ്സ് മസ്റ്റ് ബി, റെക്കോർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, പ്രീമിയം കളക്ട് ചെയ്യണം, കസ്റ്റമേഴ്സ് ഇൻക്വയറീസുകൾ ഉണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യണം, മെനി അതർ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സുകൾ പെർഫോം ചെയ്യണം. അത് മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബ്രോഡ്ലി ഹിയർ ഇൻക്ലൂഡ് അക്കൗണ്ടിങ് ആക്ടിവിറ്റി, ഇൻഫർമേഷൻ സിസ്റ്റം, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, കസ്റ്റമർ സർവീസ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഇതെല്ലാം ഒരു സാധാരണ ബിസിനസ് ഓർഗനൈസേഷന് എന്തെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസും ഉണ്ടോ അതൊക്കെ തന്നെ ഒരു ബ്രോക്കർ ആയാലും ഒരു ഇൻഷുറൻസ് കമ്പനി ആയാലും അതിൻ്റെ ഓഫീസുകൾ ഫങ്ഷനിങ് ചെയ്യണം. ഇത് മറ്റൊരു പ്രവർത്തനത്തിൻ്റെ മറ്റൊരു മേഖലയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇൻഷുറൻസ് ഓപ്പറേഷനിലെ മറ്റൊരു സെക്ടറാണ്. എല്ലാ ബിസിനസ്സുകളും പോലെയല്ല ഈ ബിസിനസ്സുകൾക്ക് മറ്റു ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതാണ് ആക്ച്വറിയൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ ആക്ച്വറിയൽ അനാലിസിസ്. ആക്ച്വറിയൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്ക് കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ലോസ് ഉണ്ടായാൽ എത്രമാത്രം ലോസ് ഉണ്ടായി എന്ന് മെഷർ ചെയ്യും. അതാണ് ആക്ച്വറിയൽ അനാലിസിസിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഇൻഷുറൻസ് കമ്പനി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യപ്പെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ആക്ച്വറിയൽ വാല്യുവേഷൻ അനലിസ്റ്റുകളിലൂടെയാണ്. ആക്ച്വറിയൽ അനാലിസിസ് ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് മാത്തമാറ്റിക്കൽ അനാലിസിസ്. മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഫിനാൻഷ്യൽ ആൻഡ് റിസ്ക് ആസ്പെക്ട് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ആക്ച്വറിയൽ അനാലിസിസ് ടേക്ക് പാസ്റ്റ് ലോസസ് ആൻഡ് പ്രോജക്ട്സ് ദം ഇൻ ദ ഫ്യൂച്ചർ ടു ഡിറ്റർമിൻ. അപ്പോൾ പാസ്റ്റിലുള്ള ഡേറ്റാസുകളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലുള്ള ഡേറ്റാസുകളെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അവർ അനലൈസ് ചെയ്യും, പ്രോപ്പർ റേറ്റ്സുകളും റിസർവുകളും ഇവാലുവേറ്റ് ചെയ്യും. ദെൻ പ്രോഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കാറുണ്ട്. ഓവറോൾ മാനേജ്മെൻറ്റ് പ്ലാനിങ് സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളായിട്ട് ഈ പറയുന്ന ആക്ച്വറിയൽ അനലിസ്റ്റുകളുടെ സേവനം നമ്മൾ പറയുന്നത് ഇതൊരു ഇൻഷുറൻസ് കമ്പനിയുടെ മറ്റൊരു പ്രവർത്തന മേഖലയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം ഇനി ഇൻഷുറൻസ് കമ്പനിക്ക് പ്രധാനമായും രണ്ട് ആക്ടിവിറ്റീസുകളാണ്. ഒന്ന് ഇൻഷുറൻസ് ആക്ടിവിറ്റി, രണ്ട് ഈ പ്രീമിയമുകൾ ലഭിച്ചാൽ ആ പ്രീമിയങ്ങൾ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് ആർ ടു ബിസിനസ്. രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ് അവർ ചെയ്യും, ഇൻഷുറൻസ് ബിസിനസ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സും. അപ്പോൾ ഇൻഷുറൻസ് സൈഡിൽ അണ്ടർ റൈറ്റിംഗ്, അതുപോലെ റിസർവിങ് അല്ലെങ്കിൽ ലയബിലിറ്റി, വൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ് ഏരിയാസ് ഓഫ് സെക്യൂറിംഗ് ബെസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദി അസറ്റ്. അസറ്റുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തക്ക രീതിയിൽ ഏതൊക്കെ സെക്യൂരിറ്റികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല റിട്ടേൺസുകൾ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻഷുറൻസ് ഓപ്പറേഷൻസിൽ റീ ഇൻഷുറൻസ്, ലീഗൽ ആൻഡ് റെഗുലേഷൻ, ക്ലെയിം മാനേജ്മെൻറ്റ്, ഇത്രയൊരു ഓപ്പറേഷൻ സെക്ടറോട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ് റിസ്ക് കുറയ്ക്കുവാൻ വേണ്ടി
ആ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടിനെ പൂർണ്ണമായിട്ടോ അതിൻ്റെ ഹാഫോ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജോ മറ്റൊരു ഇൻഷുറൻസ് കമ്പനി ഏൽപ്പിക്കും. അങ്ങനെ ഇൻഷുറൻസ് കമ്പനി ഏൽപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന പ്രീമിയത്തിൻ്റെ, ആദ്യം ഇൻഷുർ ചെയ്ത ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന പ്രീമിയത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഏതാണോ മറ്റു കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് ആ കമ്പനിയിലേക്ക് മാറ്റി കൊടുക്കണം എന്നുള്ളത്. അതാണ് റീ ഇൻഷുറൻസ് എന്നതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പോളിസി എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ ശക്തമായ രീതിയിൽ അതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്കുകൾ, റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ ചെയ്യുവാൻ വേണ്ടി അതിൻ്റെ മറ്റൊരു ഓപ്പറേഷണൽ ലെവലാണ്. ഇപ്പോൾ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കൃത്യമായി അതിൻ്റെ നിയമവശങ്ങൾ പറഞ്ഞിരിക്കും. അത് പലപ്പോഴും ഒരു ലോയേഴ്സ്, നല്ല വിദഗ്ധമായ ലോയേഴ്സാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ലോയേഴ്സ് ഹെൽപ്പ് ഡ്രാഫ്റ്റ് ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾ പലപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ലോയേഴ്സാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ ഒരു പ്രോബ്ലംസുകളെ ഫ്യൂച്ചറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ക്ലെയിംസുകളെ കൃത്യമായി സെറ്റിൽ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ലീഗൽ ഫ്രെയിംവർക്കുകൾ ഉണ്ടാവണം. അതാണ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻഷുറൻസിൻ്റെ ക്ലെയിമാണ്. ഇൻഷുറൻസിൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ലോസസുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന തുക എത്രയാണോ അഷ്വേർഡ് എമൗണ്ട്, ആ അഷ്വേർഡ് എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുക. അതാണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ ഈ പറയുന്ന തുക ക്ലെയിം ചെയ്യും. അതിൻ്റെ സെറ്റിൽമെൻറ്റുകളും എല്ലാം അതിൻ്റെ മറ്റൊരു ഓപ്പറേഷണൽ ലെവലാണ്. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ്, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഉള്ളതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് അതിന് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സ് അതിൻ്റെ പ്ലാനിങ്ങും ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് കൺട്രോളിങ്ങും അതിനെ ലീഡ് ചെയ്യാനും എല്ലാമായിട്ട് വേണം. ഇൻഷുറൻസ് മാനേജ്മെൻറ്റ് ടീം ഫങ്ഷൻ ബെസ്റ്റ് വെൻ ഇറ്റ് ഇസ് നോട്ട് നേച്ചർ ഓഫ് ഇൻഷുറൻസ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇൻഷുറൻസ് കോൺടാക്ട്. ഇൻഷുറൻസ് കോൺടാക്ട് ബിസിനസ്സിൽ മറ്റേതൊരു ഇൻഷുറൻസ് കമ്പനിയെ പോലെ തന്നെയും അല്ലെങ്കിൽ മറ്റേതൊരു ഓർഗനൈസേഷനെ പോലെ തന്നെയും മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസുകളും നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഓപ്പറേഷണൽ ഏജൻസി. ഇത്തരം കാര്യങ്ങളാണ് ഇൻഷുറൻസ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു വെരി മച്ച്.